സോ ഹലോ നമ്മുടെ ഡേ 1 കഴിഞ്ഞത് ശേഷം ഡേ 2 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഗരാജ് കഫേയിൽ നിന്നാണ്. അപ്പോൾ ഗരാജ് കഫേ എന്ന് പറയുന്നത് ബാഗ റോഡ് പോകുന്ന വഴിയുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യൽ കഫേയാണ്. ലൈക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒഫീഷ്യലായിട്ടൊരു കഫേ എന്ന് പറയുന്നത് ഇതൊന്നും മാത്രമേ ഉള്ളൂ. സോ ഇതിന് മുന്നിൽ ഫുള്ള് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കിൻ്റെ പാർക്കിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഇതൊരു അത്യാവശ്യം ബിസി സ്ട്രീറ്റ് ആയിരുന്നു. ലൈക്ക് ഈ ഒരു ഏരിയ മാത്രം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുന്നിൽ നോക്കിയാൽ കാണാം ഫുള്ള് റോയൽ എൻഫീൽഡ് ബൈക്കിൻ്റെ പാർക്കിംഗ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആൻഡ് മുമ്പിൽ കയറി തന്നെ നമുക്കൊരു മോഡിഫൈഡ് ഹണ്ടർ കാണാം. അത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഷോറൂമിന് മുമ്പിൽ അവർ നിർത്തിയിരിക്കുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് ആൻഡ് പിങ്ക് വേരിയൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഹണ്ടറാണ്. ആൻഡ് സ്ട്രെയിറ്റ് കാണുന്നത് അവരുടെ ഒരു ഗരാജാണ്. അവിടെ അത്യാവശ്യം കുറച്ച് വിൻറ്റേജ് ബൈക്സ് ഒക്കെ നിർത്തിയിട്ടുണ്ടാവും. ആൻഡ് ഈ കാണുന്നതാണ് ഇവരുടെ കഫേയുടെ ഉള്ള അത്യാവശ്യം ഫുൾ വിൻറ്റേജ് ബൈക്സ് ആൻഡ് ഒരു വിൻറ്റേജ് വൈബിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയത് ആദ്യം കാണുന്നത് നമ്മുടെ GT650 ആണ്. പിന്നെ അത്യാവശ്യം റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ കുറച്ച് മോഡൽസും ഇവിടെ നിർത്തിയിട്ടുണ്ടാവും. ലൈക്ക് ക്ലാസിക് ആൻഡ് മീറ്റിയോർ അങ്ങനെ എല്ലാം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ അപ്പാരൽസ് ആൻഡ് ആക്സസറീസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ലൈക്ക് റൈഡിങ് ജാക്കറ്റ്സ്, റൈഡിങ് ഗിയേഴ്സ്, ലൈക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതേ ടേബിളിൻ്റെ മുകളിൽ ഒരു GT650 നിൽക്കുന്നത് മറ്റേ GT കപ്പ് എഡിഷനാണിത്. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ മിനി മോഡൽസും വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ പുതിയ കളർ വേരിയൻ്റ് മാന ബ്ലാക്ക്. അത്യാവശ്യം ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല സംഭവം, നേരിൽ കാണാൻ ഭയങ്കര ലുക്കായിട്ടുണ്ട് കേട്ടോ. ഓൾസോ ഇതിന് സീറ്റ് ഒരു റാലി എഡിഷനാണ്. ഗരാജ് കഫേ എല്ലാം കണ്ടതിന് ശേഷം ബാഗ ബീച്ചിലോട്ട് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മീറ്റിയോറിൻ്റെ പുതിയ കളർ വേരിയൻ്റായ സൺഡൗൺ എഡിഷൻ കണ്ടത്. ഈ വർഷത്തെ സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു ഈ ഒരു കളർ വേരിയൻറ്റ്. സോ എനിക്ക് പേഴ്സണലി ഈ കളർ വേരിയൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്കിന് ഒരു വിൻറ്റേജ് ലുക്ക് ആ ഒരു കളർ വേരിയൻറ്റ് തരുന്നുണ്ടായിരുന്നു. സോ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഒരു ബൈക്ക് വന്നിട്ട് ഇതിൻ്റെ ഫുൾ ഓപ്ഷനാണ്. ഞങ്ങളിപ്പോൾ ബാഗ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബാഗ ബീച്ച് വ്യൂ പോയിന്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്, ബാഗ ബീച്ചിലോട്ടല്ല. സോ ഇവിടെ പിള്ളേരൊക്കെ ഫുൾ ഓൺ ആയിട്ട് നിൽക്കണം, വൈബായിട്ട് നിൽക്കണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഞാൻ പറയട്ടെ, നിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ, ജയിലിൽ പോകണവേ, ജയിലിൽ പോകും. അങ്ങനെ കാറൊക്കെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ഒരുപാട് ഫണ്ണും കളിയാക്കലുകളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളീ നേരെ പോണത് ബീച്ചിലോട്ടല്ല. ബീച്ചിൽ ഓൾറെഡി ഞങ്ങൾ പോയിട്ടുണ്ട് മുന്നേ. സോ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ക്ലിഫ് ഉണ്ട്, അതായത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ അവിടെ ഒരു ക്ലിഫ് ഉണ്ട്, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടു. അത് കണ്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരാൾക്കും അറിയില്ല അവിടെ ശരിക്കും എന്താ അവസ്ഥ എന്നുള്ളത്. അവിടെ പോയാലേ അറിയുള്ളൂ. അതേ മുന്നിൽ ഞങ്ങളൊക്കെ ലീഡ് ചെയ്യുന്ന പോലെ നടന്നു പോകുന്നുണ്ട്. അവനും അറിയില്ല എവിടേക്കാണ് പോകണമെന്ന്. ഇങ്ങനെ പോകുന്നുണ്ട്. നട്ടുച്ച വെയിലാണ്. അത്യാവശ്യം എല്ലാവരും വെള്ളമൊക്കെ താഴ്ച്ച് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇത് ബാഗ ബീച്ചിൽ ഏതോ കാട്ടുമുക്കി കൂടെ കയറിയപ്പോൾ കണ്ട ഏതോ ഒരു കഫേയാണ് ആ കാണുന്നത്. അവിടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് റെഡ് ബുൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ദാഹിച്ച് ചത്തു പോവാം. വെള്ളമെങ്കിലും വേണം എനിക്ക്, മിനറൽ വാട്ടർ. നല്ല തിരമാലയൊക്കെ ഉണ്ട്. ഈ നട്ടുച്ച വെയിൽ താരെങ്കിലും ബീച്ചിക്ക് വരുമോ? ഞങ്ങൾ വരും. ദാ അവിടെ അവന്മാരെ തിരിച്ചു വിട്ടു. എന്താ അത് പൊട്ടുവോ? കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. നമ്മൾ ഹൈ ക്വാളിറ്റി ആയപ്പോ നമ്മുടെ പറ്റില്ല. ഓ നടന്നോ, തിരിച്ചു വിട്ടു. പാലം പൊട്ടിപ്പോത്ര, പാലം പൊട്ടുപോത്ര. ഇതിനെ നീക കയറിയാ തീർന്ന്. ബാഗ ബീച്ച് അടച്ചു പൂട്ടും. വാ പോവാ, സങ്കടമായാ? അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ കഫേയിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാനും ദേവടായിട്ട് കൂടിയിരിക്കണവനും കൂടെ തിരിച്ച് നടന്നു വന്നു. എന്നിട്ട് ഇതിവിടെ ഈ രണ്ട് പട്ടിക്കുട്ടികളിൽ നോക്കിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴിതെറ്റി. ബാക്കിയുള്ളവന്മാർ ഏതി കൂടെ പോയി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ മുന്നാണ്ടിരുന്നു. ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് വന്നതാണ്. വന്ന് നോക്കുമ്പോൾ തിരിച്ച് നോക്കുമ്പോൾ പിള്ളേരൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇരുന്നു അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട്. എന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് രണ്ടാൾക്കും വഴി തെറ്റിയതാണെന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോയി. ഈ രണ്ട് പട്ടിക്കുട്ടികൾക്കും ടാറ്റ പറഞ്ഞു. ഈ ചെറിയ പട്ടി കയറി വന്നില്ല, അത് അവിടെ തന്നെ നിന്ന് മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ ബാഗ ബീച്ചത്തെ കറക്കവും ഉച്ചക്കത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇവിടെയാണെങ്കിൽ കാറൊക്കെ നിർത്തുന്ന അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഏരിയ പോലെ തോന്നുമെങ്കിലും ആ സൈഡ് നമുക്ക് കാറ് കയറ്റി നിർത്താൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഞങ്ങൾ കാറ് കയറ്റി പാർക്ക് ചെയ്യാൻ തന്നെ കുറേ നേരം. അതുപോലെ ഒരു മൂഞ്ച സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യാൻ വന്നതാണ്. 3/2 മണിക്കൂർ ഇതിന് തന്നെ പോയിട്ടുണ്ടാവും. അത്രയും നാരോ റോഡ്. എന്താ പറയുക, കാറൊന്നും നിർത്താൻ പറ്റുന്നില്ല. ഇതിൽ റെൻറ്റഡ് കാറായതുകൊണ്ട് ആ കാറിൻ്റെ ക്ലച്ചും ബ്രേക്കും ഒന്നും
ഒന്നും ശരിയല്ല, ചക്രമൊക്കെ വളയണുണ്ടായിരുന്നു. ചക്ര ഊരി പോവാന്നൊക്കെ പറഞ്ഞ് പേടിച്ചു ഞങ്ങൾ. എന്ത് അല്ലേ? എങ്ങനെയുണ്ടാ കാറിന് അനുഭവം? എങ്ങനെയുണ്ട്? ഇതുപോലൊരു മൂഞ്ചിയ പ്ലേസിൽ നമ്മൾ വന്നിട്ടില്ല. പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ല. കാറിന്റെ ചക്രം വളരെ മോശമാണ് ശരിക്കും പറഞ്ഞു. കാറിന്റെ ചക്രം. നമ്മുടെ ഡ്രൈവർ ഒരു പ്രോ ആയ കാരണം കൊണ്ട് നമുക്കൊരു സീനില്ല. ഇത് കണ്ടില്ല, ഇവരൊക്കെ വരുന്നത് കണ്ടില്ല. ഇവരൊക്കെ എവിടെ കൊണ്ട് നിർത്തുന്ന ആർക്കും അറിയില്ല. അതെ, ഇത് ഇവിടെ ഇനി സ്ഥലം ബാക്കിയില്ല, എല്ലാം പോണുണ്ട് ഇങ്ങനെ കാറും കുത്തിക്ക് പോയമാതിരി. ഞങ്ങളെ ഭ്രാന്തന്മാരിങ്ങനെ പോയി. വീഴുന്നു എനിക്ക് തോന്നുന്നു. ആ കുഴിയിലൊന്നും വീണാൽ ഞങ്ങളുടെ കാറൊന്നും എടുക്കാൻ പറ്റില്ല, ക്ലച്ച് വിട്ടാൽ അത് ഓഫ് ആകും. അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി നമ്മുടെ റൂം എത്താം. അങ്ങനെ നമ്മുടെ കാട്ടുവഴി കൂടെ അങ്ങനെ പോവാല്ലേ? അതാണ് അവസ്ഥ അവിടെ. സ്കൂട്ടിയൊക്കെ എടുത്ത് വന്നാൽ നോർത്ത് ഗോവയിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നോർത്ത് ഗോവയ്ക്കൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ എടുക്കുന്നത് അത്യാവശ്യം എന്താ പറയുക, ഒരു ബാഡ് ഡിസിഷൻ ആയിരിക്കും. കാരണം മിക്കവാറും എല്ലാ റോഡുകളും ഇതേപോലെ തന്നെ നാരോ റോഡ്സ് ആയിരിക്കും. ഈ നാരോ റോഡ്സിൽ നമ്മളെ കാർ എടുത്ത് വരാൻ പറ്റില്ല. അഭിപ്രായത്തിലില്ലേ, നിങ്ങൾക്ക് ബൈക്കാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ നിങ്ങളുടെ കുറച്ച് കുൽസിത പ്രവർത്തികൾ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഇങ്ങനത്തെ പരിപാടികൾ, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അതൊന്നും ഇവിടെ. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഞാനും എൻ്റെ സുഹൃത്ത് വൻ സീനാണ്. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് വൻ സീനാണ്. പോരാത്തതിന് ഹെൽമെറ്റ് ഇല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തി നല്ല ഫൈൻ അടിക്കും. നല്ല സീനാക്കവന്മാർ ഇവിടെ മുക്കിന് മറ്റേ മെഷീനും വെച്ചിട്ട് ഊത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരൻ തന്നെ ഊതിച്ചു നിന്ന്. അവൻ പിന്നെ മിസ്റ്റർ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറണം. ഇന്ന് നമ്മുടെ ഡിപ്ലോ പിന്നെ വേറെ ആരാന്ന് എനിക്കറിയില്ല, അവരുടെയൊക്കെ പരിപാടി ഉണ്ടെന്ന്. അടുത്ത കാർ ഇവന്മാർ ഇങ്ങനെ കൊണ്ട് വരുന്നുണ്ട്. എവിടേക്കാണോ? അപ്പോൾ നമുക്കിനി ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയത് ആദ്യം കാണാൻ പോണത് മരണം കിണറായിരുന്നു. മരണം കിണറിൻ്റെ ഉള്ളിൽ ഇവർ ഹണ്ടർ ബൈക്കും പിന്നെ ഗറില്ല ബൈക്കും വെച്ചിട്ട് ഫുൾ അഭ്യാസ പ്രകടനമൊക്കെ ആയിരുന്നു. വൻ സീന് പരിപാടിയായിരുന്നു അത്. മുകളിൽ കയറിയപ്പോൾ ദേ അവിടെ നിൽക്കുന്ന ബയ്യൻ ഞങ്ങളുടെ അടുത്ത് ഇവിടെ നിൽക്കേണ്ട, തൊട്ടപ്പുറത്തേക്ക് പോകാനാണ് പറയണത്. കാരണം ഇത് നമ്മൾ ആൾക്കാർ കയറി വരുന്ന വഴിയാണ്, സോ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു. ദേ ഇപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് വല്ല സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവമൊക്കെ എന്താ പറയുക, കാണുമ്പോൾ എങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നടക്കുമ്പോൾ ഒരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യും. ആ നടക്കുന്ന സ്ഥലത്തും സൈഡിലുള്ള കമ്പികളിലൊക്കെ നമുക്ക് ഒരു കുലുക്കം ഫീൽ ചെയ്യും. ഇതിൽ ചുറ്റും ആൾക്കാരായി കഴിഞ്ഞു, അതായത് ഇവിടെ നിൽക്കാൻ സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പോൾ കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. സ്ഥലമൊക്കെ ഭയങ്കര സീനാണ്. സ്ഥലമൊന്നുമില്ല എങ്കിലും ആ സൈഡ് നിൽക്കാവാ. അങ്ങനെ ഞങ്ങൾ നടന്ന് തൊട്ടപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു എൻഡിൽ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ ഏറെക്കുറെ ഒരു വ്യൂ കിട്ടും. ദേ കാണുന്നതൊക്കെ ഡേർട്ട് ട്രാക്കാണ്. അവിടെ കുറേ സ്റ്റോൾസൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റേജും ഉണ്ട്. എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നേരെ കാണുന്നതാണ് സ്റ്റേജ്. സോ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ മറ്റേ മെയിൻ സ്റ്റേജിലുള്ളൊരു ഏരിയ ആയിരുന്നു. സോ ഇവിടെയാണ് ഇവരുടെ മരണക്കിണറും ആ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കാൻ കുറച്ച് സ്ഥലം കിട്ടി. ഇവിടെ സ്ഥലം കിട്ടിക്കേണ്ട ഇപ്പോൾ ഒരു ഫുള്ള് വ്യൂ ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. താഴെ കുറേ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും ഹണ്ടറായിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് ഓട്ടിക്കേണ്ട ആളൊന്നും ഇനിയും വന്നിട്ടില്ല, അവർ റൈഡേഴ്സൊക്കെ വരുന്നേ ഉള്ളൂ. സോ വന്നതിന് ശേഷം ഇവരുടെ പരിപാടി തീ പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ മരണക്കിണറിൽ അടിപൊളി പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഫ്ലൈയിങ് ഫ്ലീയുടെ കഫേയിലോട്ടായിരുന്നു. ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഇലക്ട്രിക് ബൈക്കാണ്. സോ വൺ ഓഫ് ദ വെയ്റ്റ്ലെസ് ബൈക്ക് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കാണാനും ഭയങ്കര ചെറിയൊരു ലുക്കാണ്, ചെറിയൊരു വണ്ടിയുടെ ലുക്കാണുള്ളത്. ദേ ഇവിടെ ഫ്രണ്ടിൽ തന്നെ അവർ നിർത്തിയിട്ടുണ്ട്.
സൈഡ് പാനലിലൊക്കെ ഒരു LED ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. ലൈക്ക് ഫ്ലൈയിങ് ഫ്ലീ എന്ന ഒരു ലോഗോ പോകുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അവർ വെച്ചിരിക്കുന്നത്. ടോട്ടലി നമുക്കിത് കാണുമ്പോൾ ഒരു റോയൽ എൻഫീൽഡ് ബൈക്കാണെന്നുള്ളൊരു ഫീല് വരത്തില്ല. അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നടന്നപ്പോഴാണ് ഇതേ കസ്റ്റം വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കണ്ടത്. ഇവിടെ വന്നിട്ട് റോയൽ എൻഫീൽഡിന് അത്യാവശ്യം കസ്റ്റം മെയ്ഡ് ബൈക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ലൈക്ക് ഇതിലിപ്പോൾ ഞാൻ കയറിയപ്പോൾ കണ്ടത് അധികവും ഗറില്ല ബൈക്സ് ആയിരുന്നു. അപ്പോൾ ഈ ബൈക്കിൽ വരുത്താവുന്ന മാക്സിമം കസ്റ്റമൈസേഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ അറ്റം തൊട്ട് ആ അറ്റം വരയ്ക്കും ഫുള്ള് കസ്റ്റമൈസ്ഡ് ബൈക്സ് ആണ്. ഓരോ ബൈക്കിനും അവരുടേതായ ഓരോ പേരും കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഫസ്റ്റ് ബൈക്ക് തന്നെ കാണുമ്പോൾ ഒരു സാമുറായുടെ ഒരു ലുക്കൊക്കെ ഉള്ളൊരു ബൈക്കാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ ഒരു സാമുറായുടെ ലുക്കൊക്കെ ഉള്ളൊരു ബൈക്കാണ്. ഒരു ജാപ്പനീസ് വൈബാണ് ഈ ബൈക്ക് തരുന്നത്. സോ അതിൻ്റെ പേരും അവരുടെ സൈഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതും ഒരു ഗറില്ല 450 ആ ഒരു എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ബൈക്കാണിത്. ഇവിടെ നിൽക്കുന്ന പകുതി ബൈക്സും ഗറില്ല 450യുടെ എഞ്ചിൻ തന്നെയാണ്. സിമിലർ എഞ്ചിൻസ് ആണെല്ലാം. ആൻഡ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബൈക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വീലാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒന്ന് ആകർഷിച്ചത്. ലൈക്ക് ആ ഒരു വീല് കാണുമ്പോൾ നമുക്ക് ഇതുവരെ എങ്ങനെ പോസിബിൾ ആക്കി എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് ആദ്യം വന്നത്. ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വീലിൻ്റെ സെക്ഷൻ സെൻറ്ററിൽ ഹോളോ ആണ്. ലൈക്ക് ആ ഒരു ഡിസ്ക് റോട്ടർ നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ഹോളോ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ വൺ ഓഫ് ദ എന്താ പറയുക, നമ്മളത് അധികം നമുക്ക് പുറത്തൊന്നും ഇങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ബൈക്സൊക്കെയാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് കാണുമ്പോൾ തന്നെ ലൈക്ക് കുറേ ഫ്യൂച്ചറിസ്റ്റിക് വൈബൊക്കെ തരുന്ന കുറേ ബൈക്കുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാക്സിമം എന്നാണ്, അതായത് എല്ലാ ബൈക്കും ഗറില്ല 450 തന്നെയാണ്. അതിൻ്റെ മോഡിഫിക്കേഷൻസ് മാത്രമാണ് ഈ ഒരു ലൈനപ്പിലുള്ളത്. ഈ ബൈക്കിൻ്റെ പേര് വായുപുത്ര എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു ബൈക്ക് നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ കളർ അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സിംഗിൾ സീറ്റർ ബൈക്കാണിത്. ഇതും ഒരു ഗറില്ല 450 എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീൽ സെക്ഷനും എല്ലാം കാണുമ്പോൾ തന്നെ ഫുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇങ്ങനെ ഒരുപാട് മോഡിഫിക്കേഷൻസ് നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ വന്നാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു സെക്ഷൻ മാത്രമാണ്. ഇതല്ലാതെ എക്സിബിഷൻ അല്ലാതെ പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ മോഡിഫൈഡ് ബൈക്സ് നമുക്കിവിടെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ കസ്റ്റം വേൾഡിലെ കുറേ മോഡിഫിക്കേഷൻസ് എല്ലാം കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഷെൽ അഡ്വാൻസിൻ്റെ ഒരു സ്റ്റോൾ കണ്ടത്. ഈ സ്റ്റോളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഓയിൽ ക്യാൻസ് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലോട്ട് ആ റിങ് കറക്റ്റായിട്ട് നമ്മൾ വീഴ്ത്തുകയാണെങ്കിൽ ഇവരുടെ കുറച്ച് ഗുഡീസ് കിട്ടും. ലൈക്ക് ഇവരുടെ ടീഷർട്ട്, ക്യാപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ്. തൊട്ടപ്പുറത്ത് വേറൊരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ഏതൊരു സബ്വേ സർഫസ് പോലത്തെ ഒരു ഗെയിമായിരുന്നു. ഇവരുടെ ഓയിൽ ക്യാൻസ് നമ്മൾ കളക്ട് ചെയ്യണം നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത്. ഇതിൻ്റെ കൺട്രോൾസൊക്കെ അത്യാവശ്യം ഇത്തിരി ടഫായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനും ഒരു ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വിചാരിച്ച മാതിരി എളുപ്പമല്ല പരിപാടിയെന്ന്. അത്രയ്ക്ക് എളുപ്പമാണെങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ വെറുതെ ട്രൈ ചെയ്യിപ്പിക്കില്ലല്ലോ. അപ്പോൾ അതിലെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് 550 ആണ്. അപ്പോൾ ഈ 550 ക്രോസ് ചെയ്താൽ ഇവരുടെ എന്താ പറയുക ഹൈ സ്കോർ എടുത്തതിനുള്ള ഒരു ഗുഡീസ് അവർ തരത്തുള്ളൂ. അല്ലാത്ത പക്ഷം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് ഇവർ എന്താ പറയുക എന്തെങ്കിലും ചെറിയ ഗുഡീസ് തരുന്നതായിരിക്കും. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് 550 ഒന്നും എത്തിക്കാൻ പറ്റിയില്ല. എന്തോ 200 220 എന്തോ എത്തിച്ചു. അതോടുകൂടി ടൈമും കഴിഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് GT 650യുടെ ഒരു സ്റ്റോള് കണ്ടത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ GT കപ്പ് എഡിഷന് യൂസ് ചെയ്തിരിക്കുന്ന ആ റേസിംഗ് ബൈക്സൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു സ്റ്റോളായിരുന്നു. അത്യാവശ്യം കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. ഫ്രണ്ടിൽ നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റോയൽ എൻഫീൽഡിൻ്റെ 350cc എഞ്ചിൻ വെച്ച് ചെയ്തിരിക്കുന്ന സ്നോ ലെപ്പേർഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡിഫിക്കേഷനാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബൈക്ക് പോലെ ഉണ്ട്. ഇത് റോയൽ എൻഫീൽഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വേറെതോ വണ്ടിയാണെന്നൊക്കെ പറയും. ആ രീതിക്കാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ കറക്കവും കഴിഞ്ഞിട്ട് നമ്മളെ വൈകിട്ടുള്ള കൺസേർട്ടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ പോലെ തന്നെ, അതായത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു പരിപാടിയുടെ അവിടെ. കാണുന്ന പോലെയല്ല, ലൈക്ക് ഫുള്ളും ആൾക്കൂട്ടമായിരുന്നു ഇവിടെ. ആദ്യത്തെ പരിപാടി പോലെ തന്നെ ഇവിടെ ഇന്നത്തെ പരിപാടിയും 2 പേരുടെ പരിപാടിയാണ്. ലൈക്ക് പ്രോബ്രോസ് ആൻഡ് ഡിപ്ലോ, ഇവർ 2 പേരായിരുന്നു മെയിൻ പരിപാടി രണ്ടാമത്തെ ദിവസത്തെ.
അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ കൺസേർട്ട് ഫുൾ എനർജറ്റിക് വൈബായിട്ട് തീർക്കുകയാണ് ചെയ്തത്. ലൈക്ക് ഫുൾ ഡാൻസ് ആൻഡ് പവർ പെർഫോമൻസ് ആയിരുന്നു ശരിക്കും. ദേ രണ്ടാളുടെയും പരിപാടി ലൈക്ക് ഡിപ്ലോ ആൻഡ് പ്രോഗ്രസ് രണ്ടാളുടെയും പരിപാടിക്ക് ഈ അറ്റം മുതൽ ആ അറ്റം വരയ്ക്കും ഫുള്ള് തിരക്കായിരുന്നു. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു ആൻഡ് ഫുൾ എനർജറ്റിക് ക്രൗഡായിരുന്നു. നമ്മൾ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെ കളിക്കാൻ വരുന്നത് ആരാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഫുൾ പവർ സ്റ്റെപ്പും മൂവ്സൊക്കെ ആയിരുന്നു എല്ലാവരുടെയും. അങ്ങനെ അടിപൊളി പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് റൂം എത്തുമ്പോഴേക്കും അത്യാവശ്യം ഭയങ്കര ടൈമൊക്കെ ആയിരുന്നു. സോ ഇതിന് ശേഷം ഇനി ഡേ ത്രീ അതായത് ഫൈനൽ ഡേ ഓഫ് മോട്ടോവേഴ്സ്. സോ അടുത്ത വീഡിയോ ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതേപോലത്തുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്. Toma, toma.